ഞാൻ ഇങ്ങനെ എടുത്തു ഇങ്ങനെ വലിച്ചു ഇതൊക്കെയാണ് നിങ്ങൾ ഈ വലിക്കുന്ന ആണുങ്ങളോട് ഇതൊക്കെ നിങ്ങൾ എങ്ങനെ വലിക്കട്ടെ. അവിടെ കുറെ പേര് മാറി വലിക്കുന്നവരുണ്ടല്ലോ, കുറെ സ്ഥിര ആൾക്കാരുകളുണ്ട് വലിക്കുന്നത്. ഇത് എന്തു സുഖം കിട്ടാനാണ് ഈ വലിക്കുന്നത്? പണ്ടതല്ലല്ലോ, പണ്ടത്തിനകത്ത് നമുക്ക് കുറച്ചൊക്കെ ഒരു കുറച്ച് മൂവ്മെന്റ്സ്, കുറച്ച് കാര്യങ്ങൾ, ഹൈ ലെവൽ, ഇച്ചിരി നാടകീയത ഉണ്ടാവും, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ഡയലോഗിനുണ്ട്. ഇപ്പോഴതല്ലല്ലോ. ഇപ്പൊ ഞാൻ നമ്മളോട് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, നമ്മൾ വളരെ എന്താ പറയുക നാച്ചുറലായിട്ട് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സിനിമ. ഞാൻ ഒത്തിരി പടത്തിന്റെ ഹിറ്റ് പടത്തിന്റെ ഭാഗം മലയാള സിനിമയുടെ മമ്മൂക്കാട് പടമുണ്ട് ഹിറ്റ്, ദിലീപിന്റെ പടമുണ്ട് ഹിറ്റ്, ജയറാമിന്റെ പടത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് ഹിറ്റ് പടങ്ങളുടെ ഒരു ഭാഗമാകാൻ ദൈവം എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറയൊക്കെ ഞാനൊക്കെ ഒരു ശബ്ദമുള്ള ഈ ഫിലിമുള്ള ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പുണ്ടല്ലോ, ഇടിക്കുന്ന ഇടി തിരുവനന്തപുരത്ത് കേൾക്കാം. ഒരാൾ എന്ത് മോശം പറഞ്ഞാലും സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകൻ കണ്ടിരിക്കും. അങ്ങനെ ഒരാളെ റിവ്യൂലൊന്നും ഒരു പടം താഴെ പോകില്ല. എൻ്റെ ഫേസ്ബുക്കിലെ വേറൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നം ചേച്ചി കുറച്ച് കാശ് മുടക്കാക്കി 1 ലക്ഷം ലൈക്ക് തരാം എന്നോട്. ഞാൻ കാശ് മുടക്കി ലൈക്കൊക്കെ കിട്ടും. 1 ലക്ഷം കാശ് മുടക്കിയോ 1 ലക്ഷം ലൈക്കോ? ഒരുപാട് ചേഞ്ചസ് വന്നൊരു സിനിമ. ഇപ്പം ആഷിഖ് അബുവിൻ്റെ ആണെങ്കിലും ഒരു കംബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പം ചേച്ചിയുടെ ആണെങ്കിലും പുതിയ രീതിയിലുള്ള ഒരു ക്യാരക്ടർ. അതിൽ വെടിവെപ്പ് മാത്രമല്ല, ചേച്ചി പിന്നെ ഓർമ്മിപ്പിച്ചത് തന്നെയാണ് വെടിവെപ്പിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ട് മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. പണ്ടുള്ള സിനിമകളിലൊന്നും സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിനോടൊക്കെ എതിർത്ത് നിൽക്കുന്നവരാണല്ലോ. ഹസ്ബൻഡൊക്കെ ഇതിനെ വലിച്ചാലും കുടിച്ചാലും ഒക്കെ അതിനെ പോയി വഴക്ക് പറയുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ സൊസൈറ്റി മാറുന്ന പോലെ തന്നെ സിനിമ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ എന്ന രീതിയിൽ തന്നെ ആ രീതിയിൽ തന്നെ അതും ചേച്ചിയും വാണി വിശ്വനാഥിന്റെ ക്യാരക്ടറും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അത് ചേച്ചിയെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ആ ലെവലിൽ കൊണ്ടുവന്ന് നമുക്ക് ഗ്ലാസും സിഗരറ്റും ഒക്കെ കൊണ്ടുതന്നേ? സിഗരറ്റ് വലിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ സിഗരറ്റ് വലിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ ഞാൻ ചുമച്ചു. ഞാൻ ഇങ്ങനെ എടുത്തു ഇങ്ങനെ വലിച്ചു ഇതൊക്കെയാണ് നിങ്ങൾ ഈ വലിക്കുന്ന ആണുങ്ങളോട് ഇതൊക്കെ നിങ്ങൾ എങ്ങനെ വലിക്കട്ടെ. അവിടെ കുറെ പേര് മാറി വലിക്കുന്നവരുണ്ടല്ലോ, കുറെ സ്ഥിര ആൾക്കാരുകളുണ്ട് വലിക്കുന്നത്. ഇത് എന്തു സുഖം കിട്ടാനാണ് ഈ വലിക്കുന്നത്? ഞാൻ 2 പുക എടുത്തപ്പോൾ തന്നെ എനിക്ക് ചുമയും വന്ന്, എനിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. നമുക്ക് ശീലമില്ലല്ലോ. പക്ഷെ നമ്മൾ സീനിന് വേണ്ടിയിട്ട് നമ്മൾ ഉടനെ സിഗരറ്റ് പിടിക്കുന്ന ലെവലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുന്ന ഗ്ലാസും കയ്യിലുണ്ട്, മദ്യ ഗ്ലാസും കയ്യിലുണ്ട്. അതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിങ്ങനെ ഗ്ലാസ് എടുത്തിട്ട് മദ്യം കൊണ്ടിങ്ങനെ അതൊരാളും വിളിച്ചിട്ട് ചേച്ചിയേ അവിടെ ശരിക്കും വലിച്ച് അത് തന്നെ ഞാൻ സിഗരറ്റ് വലിക്കുന്നുണ്ടല്ലോ, മദ്യം കുടിക്കുന്നുണ്ടല്ലോ. ക്ലബ്ബല്ലേ, ഞങ്ങളുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ പുറത്തുനിന്ന് ആൾക്കാർ ആരും ഇല്ല ക്ലബിനകത്ത്. അപ്പോൾ ആ ഏരിയ അങ്ങനെയാണ് നമുക്കത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊരു ഒരു മങ്ങിയ വെളിച്ചത്തിലൊക്കെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ല പുതിയ അനുഭവമായിരുന്നു. സിഗരറ്റ് വലിച്ചപ്പോൾ ഞാൻ ചുമച്ചു ആദ്യം, പിന്നീട് ഒന്ന് ചുമച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ശ്വാസതടസ്സം ശീലമില്ലാത്തതിൻ്റെ പേരിലുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം ഒന്നിങ്ങനെ എടുത്ത് മാറ്റി ഒന്ന് ജസ്റ്റ് റിഹേഴ്സൽ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊന്ന് വലിച്ചു. പക്ഷേ ഈ സിഗരറ്റ് വലിക്കുമ്പോൾ പറയുന്നത്, സിഗരറ്റ് വലിക്കുന്നവർ വലിക്കാതെ വലിച്ചാൽ അത് അറിയാൻ പറ്റും. ഞാൻ സിഗരറ്റ് ഇട്ട് ഇങ്ങനെ വിടുക. അതങ്ങനെയല്ല, ഇത് സിഗരറ്റ് ഇങ്ങനെ അത് എവിടെയോ പിടിച്ചിട്ട് ഈ മൂക്കിൽ കൂടെ ഒക്കെ വരണം സിഗരറ്റ്. ഇത് നമുക്ക് ശീലമില്ലല്ലോ. എനിക്കിത് അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് അത് വലിക്കുന്നത് കാണുമ്പോൾ അറിയാം. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വലിച്ചു പതുക്കെ അത് മൂക്കിന്ന് പതുക്കെ വരണം. അതൊക്കെ കുറച്ച് സമയം എടുത്താണ് പഠിച്ചത്. ആദ്യമൊക്കെ ശ്വാസം മുട്ടലും ചുമയൊക്കെ വന്നു എനിക്ക്. പിന്നീട് ഞാനത് സീനിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത് വലിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഒരു തട്ടലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ സിഗരറ്റ് പിന്നെ ഇങ്ങനെ വലിച്ച് അതൊരു സാധനം അത് കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയ്ക്കകത്താ കൊള്ളാം, അല്ലാതെ എനിക്കിഷ്ടമല്ല. ഇപ്പം ഞാനല്ല സിനിമയിൽ വരുന്ന ഒരു ചേഞ്ചസ്. ഇപ്പൊ ചേച്ചി ഒരുപാട് വർഷങ്ങളുണ്ട്, 300-ലധികം സിനിമകള്. 300 അത് 300 ഇട്ടിരിക്കുന്നത് 300, 400, 500 സിനിമയ്ക്ക് അടുപ്പിച്ചുണ്ട്. അത് നമുക്ക് സിനിമയുടെ ലിസ്റ്റ് ലിസ്റ്റിൽ അവര് ഒരുപാട് പടം ചേർക്കാനുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് റിലീസ് ചെയ്യാത്ത പടങ്ങളുണ്ട്. അതൊന്നും ലിസ്റ്റിൽ വന്നിട്ട് ഞാൻ റിലീസ് ചെയ്യാത്ത പടം എല്ലാവരും കൂട്ടിയാ പറയണേ. പബ്ലിക്കിന്റെ ഇങ്ങോട്ട് അറിയുന്ന റിലീസ് ചെയ്യാത്ത പടം അവർക്ക് അറിയത്തില്ലല്ലോ. പിന്നെ കുറെ പടം 300 അതിനപ്പുറം പടം ഉണ്ട്. അത് അവർ ലിസ്റ്റിട്ട് ഇനിയും അത് കറക്റ്റ് ചെയ്യണം. അത് ഇത്രയും സിനിമകളിൽ ഇപ്പം ഫിലിംസ് യൂസ് ചെയ്തിരുന്ന സമയം തൊട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അവിടെ നിന്ന് ഡിജിറ്റൽ ക്യാമറയിൽ വന്നു. ഇപ്പം ന്യൂ ജനറേഷൻ സിനിമയുടെ ഭാഗമായി. ഇപ്പം ഇത്രയും ഒരു കാലയളവിനുള്ളിൽ മലയാള സിനിമയിൽ വന്നൊരു മാറ്റത്തെ ചേച്ചി എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? അല്ല, ഈ മാറ്റം വന്നപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ മാറ്റം വന്നല്ലോ. ഞാൻ സിനിമകൾ ചെയ്തു, ഞാൻ ആ ഒരു വലിയൊരു താര എന്ന പടങ്ങൾ ചെയ്തയാള്
ഈ നൂജൻ പടം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലുള്ള വേഷങ്ങൾ വന്നിരുന്നില്ല. ഞാൻ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും വലിയൊരു ഒരു 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 എന്താ പറയുക, ജനത്തിൻ്റെ അടുത്തോട്ട് അങ്ങ് എത്തുന്നില്ലായിരുന്നു. മനസ്സിലായ? ഇപ്പം ഈ റൈഫിൾ ക്ലബ്ബ് വന്നപ്പോഴാണ് അതൊന്ന് എത്തിയത്, നൂജൻ പടങ്ങളുടെ ഭാഗമായി എത്തിയത്. അതിന് മുമ്പ് ഞാൻ ആൻ്റെ പടവും മറ്റേ ഇവരുടെ പടവും മറ്റേ കഴിഞ്ഞ വിഷ്ണു ഉണ്ണികൃഷ്ണ, ജോർജ്, അങ്ങനെ കുറേ ഇവരുടെ ഉണ്ടല്ലോ, ഷൈൻ ചാക്കോ, ഷൈനീകം ഒക്കെ ഞാൻ ചെയ്തു ആ പടം. പക്ഷെ ഉണ്ടെങ്കിൽ നമുക്കതൊരു എന്താ പറയണേ, നമുക്ക് എവിടെ ഏത് പടം ഞാൻ മുൻപുള്ള പടങ്ങളെ അപേക്ഷിച്ചാൽ നമുക്കൊക്കെ എവിടെയെങ്കിലും ഒരു 1-2 പോയിന്റുകളുണ്ടാവും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പോർഷൻ, മർമ്മം എന്ന് പറയുന്നത്, സിനിമയുടെ മർമ്മമായ ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ ആ ഭാഗത്തൊന്നും ഞാൻ ചെയ്ത ഈ ന്യൂജൻ്റെ കുറേ സിനിമകൾ ചെയ്യാനൊന്നും വന്നിട്ടില്ല, അത് അങ്ങ് എത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ ഈ സിനിമയിലൂടെയാണ് നല്ല എന്നെ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നോക്കിയിട്ടുള്ളതിനകത്ത് ആ കറക്റ്റ് മർമ്മം വന്നതിനകത്ത് ഞാൻ ഇത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടത്. അതിനകത്ത് ഈ ഞാൻ ചെയ്ത സിനിമ റൈഫിൾ ക്ലബ്ബിൻ്റെ അതായിരിക്കാം, ഞാനതാ വിചാരിക്കുന്നത്. ഇപ്പം ഷൂട്ട് ചെയ്യുന്ന രീതികൾ തന്നെ മാറിയിട്ടുണ്ടല്ലോ. മുൻപ് ഇപ്പം മൾട്ടിപ്പിൾ ക്യാമറയുടെ ഒരു യൂസും ഇപ്പം കൂടിയിട്ടുണ്ട്. ഇപ്പം മുമ്പൊക്കെയെന്ന് വെച്ചാൽ ഒരേ ക്യാമറയിൽ പല സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നും ഷൂട്ട് ചെയ്യുന്നു. ചിലപ്പോൾ നമുക്ക് ആ സിറ്റുവേഷനെ ചിലപ്പം നേരത്തെ എന്ന് വെച്ചാൽ ഓവർ എക്സ്പ്രസീവ് ആയിട്ട് കാണിക്കണം വരും, പക്ഷെ ഇപ്പം അതിന്റെ ആവശ്യമില്ല. ഇപ്പം എങ്ങനെയാണോ അതിനൊന്ന് ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് നിന്ന് കാണിച്ചാൽ മതി. നമ്മളൊക്കെ എളുപ്പമല്ലേ അഭിനയിക്കാൻ ഇപ്പം. പിന്നെ നമ്മൾ തമ്മിൽ ഇപ്പം ഇന്റർവ്യൂ നടക്കുന്നു, നമ്മൾ ഇങ്ങനല്ലേ അഭിനയിക്കുന്നത് ഇപ്പം. അതെ, പണ്ടതല്ലല്ലോ. പണ്ടത്തെ നമുക്ക് കുറച്ചൊക്കെ കുറച്ച് മൂവ്മെന്റ്സ്, കുറച്ച് കാര്യങ്ങൾ, ഹൈ ലെവൽ, ഇച്ചിരി നാടകീയത ഉണ്ടാവും, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഡയലോഗിനുണ്ട്. ഇപ്പോഴതല്ലല്ലോ. ഇപ്പം ഞാൻ നമ്മളോട് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, നമ്മൾ വളരെ എന്താ പറയുക നാച്ചുറലായിട്ട് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സിനിമകളും അതാണ് ഇപ്പം. നല്ലതല്ലേ അത്? മാറ്റം നല്ലതല്ലേ? നമ്മൾ ഒരേ തോരി നിന്നിട്ട് സത്യൻ മാസ്റ്ററുടെ കാലഘട്ടത്തിലെ കാര്യമായിരുന്നില്ല മമ്മൂക്ക ലാലേട്ടനൊക്കെ വന്നപ്പോൾ, മാറ്റങ്ങൾ അപ്പോൾ വന്നില്ലേ? പിന്നെ അങ്ങനെ കുറേ കഴിയുമ്പോൾ പിന്നെയും കുറേ പകതും വേറെ കുറേ ജനറേഷൻ വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു മാറ്റം വന്ന, അതിന് മാറ്റം വന്നാൽ അവർ നമ്മളെല്ലാം കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നമുക്ക് കിട്ടുന്ന ഒരു ദൈവാനുഗ്രഹമാണ്. നമ്മൾ ആ കാലത്തിനപ്പം നമ്മളും ആ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ സാധിക്കുന്നു എന്ന് പറ്റുന്നു തന്നെ അതൊരു ഭയങ്കര കാര്യമല്ലേ, അല്ലേ? അത് നമ്മളത് ഒരു ഭാഗ്യമായിട്ട് തന്നെ അതിനെ കാണുന്നു. അതാ ഞാൻ പറയുന്നേ. സിനിമകൾ അതിപ്പോൾ എൻ്റെ ക്യാമറയൊക്കെ ഞാനൊക്കെ ഒരു ശബ്ദമുള്ള ഈ ഫിലിമുള്ള ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പുണ്ടല്ലോ, ഇടിക്കുന്ന ഇടി തിരുവനന്തപുരത്ത് കേൾക്കാം. കൂടെ അഭിനയിക്കുന്ന ആരാ? നമ്മുടെ കൂടെ നമ്മുടെ ഒന്നെങ്കിൽ ജനാർദ്ദനൻ, അല്ലെങ്കിൽ മമ്മൂക്ക, അല്ലെങ്കിൽ ലാലേട്ടൻ, അല്ലെങ്കിൽ ചാക്കോച്ചൻ, അല്ലെങ്കിൽ പൃഥ്വിരാജ്, പിന്നെ നമുക്ക് പിന്നെയുള്ള ആരാ? ജഗതി ശ്രീകുമാർ. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത്. അഭിനയിക്കുമ്പോൾ നമ്മളും അവരോടൊപ്പം കടപിടിച്ച് നിൽക്കണ്ടേ? തെറ്റിക്കഴിഞ്ഞാൽ എന്ത് പറയും? അയ്യോ. പണ്ടൊക്കെ ഞാൻ സിനിമയിൽ വരുമ്പോൾ നാടകത്തിന് പറയുമ്പോൾ അവർക്ക് എളുപ്പമാണ്, കാരണം ഡയലോഗൊക്കെ പെട്ടെന്ന് പഠിച്ച് പറയാൻ സാധ്യതയുണ്ട്, വലിയ റീറ്റേക്ക് പോകത്തില്ല. അന്നായിരുന്നു നാടകത്തിൽ നിന്നൊക്കെ ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കയറി ഒത്തിരി പേര് സിനിമയിലുണ്ട്. അപ്പോൾ അതല്ലാതെ വരുന്ന ആൾക്കാർ, പുതിയ പിള്ളേർ വന്ന് ഡയലോഗ് പഠിച്ച് പറയുമ്പോൾ മുഴുവൻ തെറ്റിക്കും. അപ്പോൾ ഈ ഫിലിം കംപ്ലീറ്റ് വേസ്റ്റ് ആവുമല്ലേ? അപ്പോൾ പിന്നെ അവർ അടുത്ത പടത്തിൽ വിളിക്കത്തില്ല. അവരോട് അയ്യോ വിളിക്കല്ലേ, അത് നമ്മുടെ ഫിലിം തിന്നു എന്നാ പറയണേ, നമ്മുടെ ഫിലിം തിന്നാരെ വിളിക്കല്ലേ എന്ന്. പക്ഷെ ഇപ്പം പറയത്തില്ലല്ലോ. ഇപ്പം 100-150 പറ്റിയാലും കുഴപ്പമില്ല, കൊച്ചിനെ തന്നെ വിളിച്ചോളാൻ പറയും. കാരണം ഇപ്പം ഒന്നും എത്ര വേണേലും റീറ്റേക്ക് എടുക്കാം, എത്ര പ്രാവശ്യം വേണേലും നമുക്ക് കാര്യങ്ങൾ നടത്താം. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് ഈ കാലഘട്ടം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആരും മാറ്റി നിർത്തപ്പെടുന്നില്ലല്ലോ. എല്ലാവർക്കും അഭിനയിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും അഭിനയിക്കാൻ സാധിക്കുന്നുണ്ട്. ആരും മാറ്റി നിർത്തപ്പെടുന്നില്ല, ആരും വിളിക്കാതിരിക്കുന്നില്ല, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഒരു പാറ്റേണൊക്കെ വന്നപ്പോൾ അവർക്കൂടെ അവരുടേതായ ഒരാൾക്ക് മാത്രമല്ലല്ലോ ആഗ്രഹങ്ങൾ, മറ്റു പലർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവത്തില്ലേ? അപ്പോൾ അവർക്കതും ബാക്കി സാക്ഷാത്കരിക്കാൻ പറ്റും. അല്ല, അവർക്ക് ഒരു ആഗ്രഹം നേടാൻ അവർക്കും ഒരു സംതൃപ്തി അവർക്കും കിട്ടുമല്ലോ. ഞാനതാ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടുന്നുണ്ടല്ലോ. മാറ്റം നല്ലതായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഇപ്പം ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ ഒപ്പം സിനിമ ചെയ്തിട്ട് അടുത്ത ഇനി അവരുടെ കൂടെ സിനിമകളൊക്കെ ചെയ്യണ്ടേ? പിന്നെ തീർച്ചയായും അത് നമുക്കുണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാവുമല്ലോ. അവർക്കറിയാമല്ലോ നമ്മുടെയൊക്കെ ഒരു റേഞ്ചും നമ്മുടെയൊക്കെ ഒരു നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമ്പോൾ എന്തായാലും അവരൊക്കെ വിളിക്കും. ഇനി വിളിച്ചില്ലെങ്കിലും എനിക്ക് വിഷമമില്ല, കാരണം ഞാൻ അവരോടൊക്കെ അഭിനയിച്ച് ഇഷ്ടംപോലെ പടം അഭിനയിച്ച ആളാണ്. ഇനി അവർ ഇപ്പോഴത്തെ പാടത്ത് അതൊന്നും തന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് അവരോട് പിണങ്ങാൻ പറ്റുമോ? അവർ തന്നതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? അവർ തന്നിരിക്കുന്ന പടങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ?
മമ്മൂക്കയുടെ പടങ്ങൾ എത്ര പടങ്ങൾ മമ്മൂക്കയുടെ പടങ്ങൾ ഞാൻ ചെയ്തേക്കുന്നത്. മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ മമ്മൂക്കയുടെ പടങ്ങളെ ഞാൻ മമ്മൂക്കയുടെ മറ്റേ പിന്നെ ഒരു ആളിൻ്റെ പടങ്ങളാണ് ഞാൻ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെയും ദിലീപിൻ്റെ ഒക്കെ പടങ്ങളാണ് ഞാൻ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. ലാലേട്ടൻ കുറച്ച് കുറവാണ്. ലാലേട്ടൻ ഞാൻ എങ്ങനെ പോയാലും 6-7 പടമേ ഉള്ളൂ ലാലേട്ടൻ്റെ പടം. പിന്നെയുള്ളത് ജയറാമും സുരേഷ് ഗോപിയും ഇഷ്ടം പോലെ പടമുണ്ട്. അതൊന്നും എനിക്ക് പറയാം, അത് എന്നെ അടക്കാൻ പറ്റത്തില്ല, അതുപോലെ പടം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് പടം തന്നെ കുറേ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് അഭിനയിച്ച പടം ഞാൻ പ്രദേശ് ഡേ ആണ്. അതിനകത്തൊരു മണവാട്ടി പെണ്ണായിട്ട് ഞാൻ പടിയൻ ഉടുപ്പിൽ ഞാനൊരു മണവാട്ടി ഉടുപ്പൊക്കെ എടുക്കിയിട്ട് പ്രദേശ് ഡേ അതാണ് അഭിനയിച്ചത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. ഭഗതിനോടൊപ്പം ഞാനിപ്പം പിന്നെ ചെയ്തത് മമ്മൂക്ക ഉള്ള ഒരു പടത്തിൽ ഭഗതുണ്ടായിരുന്നു. ഭഗതിനോടൊപ്പം ഒരു ശക്തമായ ഒരു കഥാപാത്രം ചെയ്യണം. ഇനി അടുത്ത അല്ല, ഭഗത് എന്നെ കണ്ടപ്പോൾ പറഞ്ഞ് ഞാനിപ്പോൾ ഇതിന് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രേംലുവിൻ്റെ ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. ദിലീഷ് പോത്തനൊക്കെ അല്ലേ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ എനിക്ക് ക്ഷണനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഫംഗ്ഷനൊപ്പം അന്ന് ആവേശം 8 ആയി നിൽക്കുന്ന സമയത്താണ്. ഞാൻ കണ്ടിട്ടുമില്ലായിരുന്നു. പിന്നെ എന്നോട് ചേച്ചി ആവേശം കണ്ടു. ഞാൻ പറഞ്ഞോ കണ്ടില്ല. ഞാൻ പറഞ്ഞു ഭഗതേ നമ്മൾ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചു. ചേച്ചി എനിക്കറിയാം നമ്മൾ തമ്മിൽ അഭിനയിച്ച പടം ഇമ്മാനുവലല്ലേ. ഞാൻ ആലോചിച്ചായിരുന്നു, എനിക്ക് പോലും ഓർമ്മ കിട്ടിയില്ല ആ പടം ഏതാന്ന് പോലും. ഭഗത് എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ അഭിനയിച്ച പടം ഇമ്മാനുവലല്ലേ, ലാൽ ജോസിന്റെ പടം. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു നമ്മൾ തകർക്കും ചേച്ചി, നമ്മൾ തകർക്കും കേട്ടോ അത് പറഞ്ഞു. നമ്മൾ തകർക്കും, നമ്മൾ കാണും എന്ന് പറയാം എൻ്റെ അടുത്ത്. അത് പറയല്ലേ എപ്പോ എവിടെന്നെങ്കിലും ഇതുപോലെ ഒരു വിളി വരും. പിന്നെ ഇപ്പൊ തമിഴിലും തെലുങ്കിലൊക്കെ പോയി സിനിമകളൊക്കെ കണ്ടിരുന്നു. വിക്രം, പുഷ്പ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാനും ഒരു തമിഴ് ചെയ്തായിരുന്നു. എനിക്ക് അതിന്റെ പ്രൊമോഷൻ വർക്കുമായിട്ട് പോകാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും തുടരി, ധനുഷിന്റെ മൂവി തുടരി, ഇവിടെ കീർത്തി സുരേഷിന്റെ ഫസ്റ്റ് പടം. നല്ല ക്യാരക്ടറായിരുന്നു എൻ്റെ. അവര് പ്രൊമോഷൻ വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. ഞാനിവിടെ കൊച്ചിയില്ല, ഞാൻ വേറെ പടത്തിന്റെ ഷൂട്ടുമായിട്ട് കൊച്ചിയില്ല പോയില്ല. അപ്പോൾ എനിക്ക് പിന്നെ വേറെ പടങ്ങൾ വന്നു, പക്ഷെ എനിക്കാരും അറിയത്തില്ല. മലയാളത്തിലാണ് നമുക്ക് അറിയാം, ആൾക്കാരെ എല്ലാവരും അറിയാം. ഒന്നും അറിയാൻ മേലത്തൊരു നാട്ടിൽ പോയിട്ട് ഇതെന്ന് പറഞ്ഞ പ്രഭു സോളമൻ്റെ എന്ന് പറഞ്ഞാൽ പ്രഭു സോളമൻ സാറിൻ്റെ പിന്നെ പ്രൊഡക്ഷനായിരുന്നു. അപ്പോൾ അത് നമുക്ക് അത്ര നല്ല ഒരു ഗ്യാരണ്ടി ഉണ്ട് ആ പടം. അവരുടെ ട്രീറ്റ്മെൻറ്റും മലയാളം പോലെയൊന്നും അല്ല, അവർ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല എന്താ പറയണേ നല്ല ഒരു പ്രൊഡക്ഷനായിരുന്നു അവരുടെ ഒരു മറക്കാൻ പറ്റത്തില്ല. പിന്നീട് വന്ന് ഞാനൊന്നും എടുത്തില്ല തമിഴ്. ഇനി അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നുള്ളതല്ല, നല്ല വേഷം വന്നാൽ നീ കണ്ണും പൊട്ടി ഞാൻ ചെയ്യും ഞാൻ ഉറപ്പായിട്ടും. ഇപ്പം ചേച്ചി വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഈ തിയേറ്റർ വിസിറ്റും ഇതിന് പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് തിരക്കാന്നൊക്കെ. അപ്പം മുൻപ് ഇപ്പം ഒരു 10 വർഷം അല്ലെ 20 വർഷം പുറകിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പ്രൊമോഷൻ വർക്ക്സ് ഇല്ലായിരുന്നല്ലോ, കുറവായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത്? ഈ രീതിയിൽ ഇപ്പൊ തിയേറ്റർ വിസിറ്റ് നമുക്ക് ബിഫോർ റിലീസും ആഫ്റ്റർ റിലീസും പ്രസ് മീറ്റ് ഒക്കെ ഉണ്ടാകും, ഒരുപാട് ഇന്റർവ്യൂസ് ഇതൊക്കെ വരും. അപ്പൊ ഈ പ്രൊമോഷൻസ് ശരിക്കും ഒരു സിനിമയുടെ സക്സസിനെ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു ചേച്ചി? നല്ലതല്ലേ? കാരണം ഞാൻ നമ്മുടെ പടം നടക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പൊന്നും ഇങ്ങനെ തിയേറ്റർ വിസിറ്റ് ഒന്നും ഇല്ല. പക്ഷേ കാര്യം അപ്പം നമ്മുടെ പടം 188 178 എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത്രയും ദിവസം കൂടി ഒരു പടം അമേരിക്കയിലോട്ട് കുഞ്ഞാട്. നമുക്കൊക്കെ അന്ന് ഈ ഹിറ്റ് പടത്തിൻ്റെ ഷീൽഡുകൾ വീട്ടിൽ ഇരിപ്പുണ്ട്. ഷീൽഡ്സ് എല്ലാം ഒരുപാട് ഹിറ്റ് പടത്തിൻ്റെ ഞാനതൊരു പറയുന്നതല്ല, എനിക്ക് ദൈവം അങ്ങനെ ഒരു ബ്ലെസ്സിങ് തന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി പടത്തിൻ്റെ ഹിറ്റ് പടത്തിൻ്റെ ഭാഗം മലയാള സിനിമയുടെ മമ്മൂക്കാട് പടമുണ്ട് ഹിറ്റ്, ദിലീപിൻ്റെ പടമുണ്ട് ഹിറ്റ്, ജയറാമിൻ്റെ പടത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് ഹിറ്റ് പടങ്ങളുടെ ഒരു ഭാഗമാകാൻ ദൈവം എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പം അന്നെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയായിരുന്നു, ഇത്ര ദിവസം പാടം ഓടുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞപ്പം ഒരുപാട് മൾട്ടിപ്ലെക്സ് തിയേറ്റർ വന്നപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ എണ്ണം കൂടി. അപ്പോൾ അന്നത്തെ സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അന്ന് 40-50 തിയേറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ സിനിമ ഒരു 100 ദിവസം 150 ദിവസം കളിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമ 2 ആഴ്ച കളിച്ചാലായി, കളിച്ചില്ലെങ്കിലായി. നല്ല പടമാണെങ്കിൽ 1 മാസം നന്നായി കളിച്ചാൽ അതൊരു ഭയങ്കര സംഭവമായിട്ട് മാറും. തിയേറ്ററിൻ്റെ എണ്ണം കൂടിയപ്പോഴത്തേക്കും എല്ലാം ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ അവിടെ ഉണ്ട് പടം, ഇവിടെ ഉണ്ട് പടം. മറ്റ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഒരിടത്ത് മാത്രമേ ഉള്ളൂ പടം. അപ്പോൾ അവിടെ ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഇതല്ല, അവിടെ കിട്ടിയില്ലേ പറഞ്ഞാൽ ഇവിടെ പോകും, ഇവിടെ കിട്ടിയില്ലേ അവിടെ പോകും, അവിടെ കിട്ടിയില്ലേ ഇവിടെ പോകും. ഇതാണ് തിയേറ്ററിൻ്റെ ഇപ്പം ഇഷ്ടംപോലെ തിയേറ്ററുകളായി. അപ്പോൾ പിന്നെ അതൊന്ന്, പിന്നെ പഴയ കാലമല്ലല്ലോ, എല്ലാം ചേഞ്ച് ആയില്ലേ. ഇപ്പോൾ സിനിമ പറഞ്ഞ പോലെ എല്ലാം ചേഞ്ച് ആയി. സോഷ്യൽ മീഡിയ ഇതുപോലെ. അന്നൊക്കെ സോഷ്യൽ മീഡിയ, ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ പേരൊന്നും പൊന്നമ്മ ബാബു ഒന്നും ആ പേര് വരുമ്പോൾ ഒരു സന്തോഷം അറിയിക്കാൻ വയ്യ. പേപ്പറിലും
സിനിമയുടെ ഭാഗത്ത് നമ്മുടെ പേര് വരൂല്ലേ, ഇന്ന ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നത് പൊന്നമ്മ ബാബു, പിന്നെ നാനയില് പൊന്നമ്മ ബാബു ഒക്കെ വരുമ്പോൾ അവരുടെ ആ നാനയിലൊരു പടം വരുന്നത്, അല്ലെ നാനയിൽ ഒരു പേര് വരുന്നത്, ചില സമയത്ത് നമ്മുടെ ഒരു പടത്തിലുണ്ടായിട്ട് നമ്മുടെ പേര് വന്നില്ല, നമുക്കുള്ള വിഷമം, നമ്മൾ ആ പടത്തിലുണ്ടായിട്ട് നമ്മുടെ പേര് വെച്ചിട്ടില്ലല്ലോ, അതൊരു വേദന ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അന്നൊന്നും ഈ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ല, പത്രമാധ്യമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പടത്തിനെ പറ്റി റോങ് ആണെങ്കിൽ റോങ് എഴുതാനും അല്ലെങ്കിൽ നല്ലത് എഴുതാനും അന്ന് ഇവരെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറി കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങോട്ട് ജനങ്ങൾ ഏറ്റെടുത്ത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കായി ഇൻസ്റ്റാഗ്രാമായി ഇതങ്ങോട്ട് എന്താ പറയുക അങ്ങ് പടർന്നത് അങ്ങോട്ട്. അപ്പോൾ അതിലൂടെ അപ്പം ഭയങ്കര പ്രൊമോഷൻ ആയി ഓരോ സിനിമയ്ക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ കാലത്തിന് മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് ചില സിനിമകളെ ഒരു മോശമായിട്ടും അഫക്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? തിയേറ്റർ വിസിറ്റ് അത് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്ത് മോശം പറഞ്ഞാലും മോളെ, കുട്ടാട്ടൻ കഴിഞ്ഞ ഇതിൽ പ്രസ് മീറ്റിൽ പറഞ്ഞു, ഒരാൾ എന്ത് മോശം പറഞ്ഞാലും സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ കണ്ടിരിക്കും. അങ്ങനെ ഒരാളെ റിവ്യൂലൊന്നും ഒരു പടം താഴെ പോകില്ല. മനസ്സിലായി? പടം നല്ല തിയേറ്ററിൽ നല്ല പടമാണോ ഒരാൾ പറയണം, അത് കുഴപ്പമില്ല കേട്ടോ, നല്ല പടമാണ് കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്നവരൊന്നും നല്ല പടമാണ് എന്ന് പറയുന്ന ആ പടം 1-2 വാക്കുകൾ കേട്ട് പിന്നെ ആൾക്കാർ തിയേറ്ററിൽ വന്നിരിക്കണം. ഈ റിവ്യൂ നമുക്ക് പണ്ട് സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന റിവ്യൂ കേട്ടോണ്ടൊന്നും അല്ലല്ലോ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സിനിമ ഉണ്ടാവില്ലല്ലോ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെയാണ് കാണുന്നത്. റിവ്യൂ മോളെ ഒന്നും പറയണ്ട. ഈ ഫേസ്ബുക്കിലെ ലൈക്ക് എങ്ങനെയാണ് വരുന്നത്? എൻ്റെ ഞാൻ ഫേസ്ബുക്കിൽ വലിയ ആക്റ്റീവായിട്ടുള്ള ആളല്ല. എൻ്റെ ഫേസ്ബുക്കിൽ വേറൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നം ചേച്ചി കുറച്ച് കാശ് മുടക്കാക്കി 1 ലക്ഷം ലൈക്ക് തരാമെന്ന് എന്നോട്. ഞാൻ കാശ് മുടക്കി ലൈക്കൊക്കെ കിട്ടും. 1 ലക്ഷം കാശ് മുടക്കിയോ 1 ലക്ഷം ലൈക്കോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നോക്കും ഞാൻ 50,000 അല്ലെങ്കിൽ 80,000 രൂപ കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് 1 ലക്ഷം ലൈക്കാ. അപ്പോൾ ഇത് പ്രേക്ഷകൻ ഇരുന്ന് അടിക്കുന്ന ലൈക്കല്ല ഈ കിട്ടുന്നത്. ഈ ലൈക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഞാൻ ആകെ കൺഫ്യൂഷനായി. ഇപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെയാണോ ഓരോരുത്തർക്ക്? രണ്ടാമത്തെ ചേച്ചിയുടെ ഫേസ്ബുക്ക് ഒന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി ഒരു 2 രൂപ മുടക്കാവോ? 2 ചോദിച്ചാൽ 2 ലക്ഷമോ? ഓഹോ, ഇപ്പോൾ താൻ കാശുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കണ ചോദിക്കുക. അല്ല ചേച്ചി, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മില്യൺ കണക്കിനുള്ള ഫേസ്ബുക്ക് കിടപ്പുണ്ട് വിൽപ്പനയ്ക്ക്. ആ ഫേസ്ബുക്ക് നമ്മൾ 2 ലക്ഷം കൊടുക്കാമെങ്കിൽ ആ ഫേസ്ബുക്കിലെ ലൈക്കൊന്നും പോകത്തില്ല. ആ പേജ് കംപ്ലീറ്റ് അവർ വാങ്ങിയിട്ട് അതിന് ചിത്രങ്ങളെല്ലാം കളഞ്ഞിട്ട് പിന്നീട് നമ്മുടെ എല്ലാം അവിടെ കയറും. നോക്കുമ്പോൾ പൊന്നമ്മ ബാബു മമ്മൂട്ടിയെക്കാളും ലൈക്ക് മില്യൺ കണക്കിന്, താഴെ മില്യൺ കണക്കിന് കിടക്കുക. ഈ മില്യൺ കണക്കിന് കണ്ട് കിട്ടിയ ലൈക്കൊക്കെ വേറെയാ. അവർ വിചാരിക്കുന്നത് എൻ്റെ ഫോട്ടോയും വീഡിയോയും കണ്ടിട്ടാണ് എനിക്ക് ലൈക്ക് കിട്ടിയിരിക്കുന്നതെന്നാ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പിന്നെ പറയാം. ഞാൻ ഓർക്കുന്നത് ഞാനിതൊക്കെ പറ്റിക്കലായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ പ്രേക്ഷകർ നമ്മൾ എന്താ പറയുക, പറ്റിക്കപ്പെടുക. ഇതാരും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഓരോരുത്തരും ഇന്നലെ സിനിമയിൽ കയറിയ ആൾക്ക് നോക്കുമ്പോൾ മില്യൺ കണക്കിന് ഫോളോവേഴ്സ്. പിന്നെ ഇന്നലെ സിനിമ അറിഞ്ഞു വരുന്നല്ലോ ഉള്ള ആളെ. ഇത് അവരെ പടം ഇറങ്ങിയില്ല, പടം ഇറങ്ങുന്നതിന് മുന്നേ മില്യൺ കണക്കിന് ഫോളോവേഴ്സ്. ഇനി ചേച്ചിക്ക് ചെയ്യണം താല്പര്യമുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഏതൊക്കെയായിരിക്കും? എന്ത് ടൈപ്പ് കഥാപാത്രം ചെയ്യാൻ ഇനി ആഗ്രഹം? ഇപ്പോൾ തോക്ക് പിടിച്ചിട്ടാണെങ്കിലും അല്ലാതെ ഹ്യൂമർ ആണെങ്കിലും സെൻറ്റിമെൻറ്റ്സ് ആയാലും നെഗറ്റീവ് ആയാലും ശക്തമായ ഒരു കഥാപാത്രമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അത് നല്ല കഥാപാത്രങ്ങൾ ചെയ്താലേ നമുക്ക് അതിൻ്റേതായ അംഗീകാരങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹങ്ങൾ. പ്രേക്ഷകരുടെ എന്നും നമ്മളെ എനിക്കെന്നും എന്നെ പ്രേക്ഷകർ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എവിടെ കണ്ടാലും ഓടി വരിക, ഒരു ഫോട്ടോ എടുക്കുക. അവരുടെ വിചാരം ഈ സിനിമയിൽ ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾ കണ്ട് എന്നെ നേരിട്ട് കാണുമ്പോൾ ഞാൻ വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഹായ് സുഖാണെന്ന് ഇപ്പോൾ ഒരിക്കലും അയ്യോ എന്നാ സിനിമയിലുള്ളോ ഇതൊക്കെ എന്നോട് ചോദിക്കുക. അപ്പോൾ അവർ നോക്കുമ്പോൾ എൻ്റെ ആ ഒരു ബഹളമോ കാര്യമൊന്നും ജീവിതത്തിലില്ല. ഞാൻ ആ സിനിമയല്ലേ, ലൈഫല്ലേ, ഞാനിങ്ങനെയാണ് അല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ വന്ന് എന്നോടൊപ്പം ഫോട്ടോ എടുക്കുക. അപ്പം എവിടെ കണ്ടാലും ചേച്ചി ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ് വരുന്നത് അതത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ആൾക്കാർ വരുന്നത്.
അപ്പം നമ്മൾ നേരിട്ട് അവരുടെ സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്. അപ്പം നമ്മളത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. ഇപ്പം ലാലേട്ടൻ്റെ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, ഇപ്പം മുൻപ് കാലത്ത് നമ്മളെ ചിരിപ്പിച്ചതും നമ്മളെ വിഷമിപ്പിച്ചതായിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ്, ഇപ്പം ചേച്ചിക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയിൽ തുടക്കം മുതലേ കൂടെ അഭിനയിച്ച്, പക്ഷെ ഇപ്പം പലരും കൂടെ ഇല്ല, പലരും ഇപ്പം ജഗതി ചേട്ടനൊക്കെ ആണെങ്കിൽ ഒരു സിറ്റുവേഷനിലാണുള്ളതും. അത് ശരിക്കും ലൈക്ക് ചേച്ചിയുടെ ഒരു ആക്ടിങ് കരിയറിനെ അല്ലെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം തന്നെ അത് പേഴ്സണലി എഫക്റ്റ് ചെയ്യാറുണ്ടോ? പിന്നെ അവരുടെ എല്ലാം കസേര ഒഴിഞ്ഞു കിടക്കുമല്ലേ, അവരായിട്ടൊന്നും ആരും അന്ന് ഇതുവരെ ഇരുന്നിട്ടില്ലല്ലോ, ആർക്കും ഇരുന്നിട്ടില്ല. അമ്പിളിച്ചേട്ടനൊക്കെ പകരം ആര്, രാജമ്പി ദേവന് പകരം ആര്, മുരളിച്ചേട്ടന് പകരം ആര്, അങ്ങനെ എത്ര പേര്, കൊച്ചു കനീഫിക്ക, അതിനൊക്കെ ആരെ പകരം പറ, ആരുമില്ല. അവരൊക്കെ ഞാൻ അവരുടെ എല്ലാം ഭാര്യയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള പടങ്ങളാണ് എല്ലാം. മണി, കലാഭൻ മണി. അപ്പം എല്ലാവരും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിലും നല്ലൊരു സ്നേഹബന്ധത്തിൽ പോയ ആൾക്കാരാണ്. പൊന്നമ്മ ചേച്ചി, ലളിത ചേച്ചി, ഇവരെല്ലാം പോയി. അമ്മ പൊന്നമ്മ ചേച്ചി ഞാനും ഒക്കെ ഒരുപാട് പടങ്ങളിൽ ഞങ്ങൾ ചേട്ടത്തി അനിത്യമായിട്ട് അമ്മ മോളായിട്ടൊക്കെ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ലളിത ചേച്ചിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഫിലോമിന ചേച്ചി, ഞാൻ വരുമ്പോൾ ഫിലോമിന ചേച്ചി ഞാൻ വന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഫിലോമിന ചേച്ചി മരിക്കുന്നത്. എന്നെ ഒരുപാട് ബ്ലേസ് ചെയ്തിട്ടൊക്കെ ചേച്ചി മരിച്ചേ. മരിക്കുന്നതിൻ്റെ കുറേ വർഷം മുമ്പ് ചേച്ചി പറയായിരുന്നു, ചേച്ചി ആരാണ് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ആ പൊന്നമ്മ ബാബു ഒക്കെ അല്ലേ ഇനി കയറി വരുന്നത്, നിങ്ങൾ പൊന്നമ്മ ബാബുവിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുക. അന്ന് പത്രക്കാരോടാട്ടോ പറഞ്ഞത്, പത്രക്കാരൻ എന്നോട് പറഞ്ഞാ, ഞാൻ പോലും അറിഞ്ഞത് ചേച്ചി പറഞ്ഞെന്നും പറഞ്ഞു. ചേച്ചിക്കൊക്കെ അത്ര ഇഷ്ടമായിരുന്നു എന്നെ, ഫിലോമിന ചേച്ചിക്ക്. അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ നിന്ന് പോയി. എല്ലാവരും പോകാനുള്ളവരാ ഈ ലോകത്ത് നിന്നാലും. പോയവരെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ഒരു വേദനയാണ് എല്ലാവരുടെയും. പക്ഷെ ഒരുപാട് നല്ല സിനിമകളും കഥാപാത്രങ്ങളും അതാ പറഞ്ഞ അതെല്ലാം കൂടെ മൊത്തം എടുത്ത് ഞാനിങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനെടുത്ത് ഇവിടെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട് എൻ്റെ എല്ലാവരും. ചേച്ചി ഒരുപാട് സന്തോഷം. ഇപ്പം റൈഫിൾ ക്ലബ്ബ് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു വട്ടമാണ് കണ്ടത്, അടുത്ത വട്ടം കാണാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ മൊത്തത്തിൽ എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടാണ്. ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടറും എല്ലാ ക്യാരക്ടേഴ്സും പോലെ തന്നെ ചേച്ചിയുടെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഡിഫറെൻറ്റ് രീതിയിൽ ആ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവിയുടെ ഒരു ഭാഗമായിട്ട് ചേച്ചിയെ കാണാൻ സാധിച്ചാലും ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ സാധിച്ചാലൊക്കെ ഒരുപാട് സന്തോഷം. എൻ്റെ ആഗ്രഹിച്ച പോലെ ചേച്ചി ഇനി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളും സിനിമയുടെ ഭാഗമൊക്കെ ആവാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.